ഞാനതാ പറഞ്ഞത്. എൻ്റെ പിതാവിനെ പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര സങ്കടമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയമായിട്ട് എനിക്ക് കേൾക്കാൻ. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രാഷ്ട്രീയവും ഇല്ല, കുടുംബത്തിലൊതുങ്ങി വരുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ വെച്ച് വിളമ്പി മക്കളെ പോലെ നോക്കി ആയിട്ടുള്ളൊരു പാവപ്പെട്ടൊരു സ്ത്രീയാണ്. അവർക്ക് എന്താ ഇതെന്ന് പോലും അറിയില്ല. എന്നെ വളരെ മോശമാക്കുന്ന രീതിയിൽ ഞാൻ തന്തയ്ക്ക് ജനിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അത് അന്ന് എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായത്, ദേഷ്യത്തിനേക്കാളും കൂടുതൽ. പക്ഷെ ഞാനൊന്നും തിരിച്ചു പറയാൻ പോയില്ല. കാരണം എനിക്കറിയാം ഇങ്ങനെ പറയുന്ന ആൾക്ക് എനിക്ക് ദൈവം ഇപ്പോൾ 1 കൊല്ലം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ ദൈവം എനിക്ക് ഒരു സമയം തന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്, ഒരു MLA ആണ്. അപ്പം അതും പ്രത്യേകിച്ച് ഇത്രയധികം ആരോപണങ്ങൾ നിരന്തരം വരുന്നു. MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്, അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു MLA എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എല്ലാ വീടുകളിലും കയറി ചെല്ലേണ്ട ഒരാളാണ്. ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞാൽ പിന്നെ ആരാണ് വീട്ടിൽ കയറ്റുക? ആർക്കാ വീട്ടിൽ കയറാൻ ധൈര്യം ഉണ്ടാവുക? അപ്പം അങ്ങനെ ഒരാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു എന്താ പറയേണ്ട ഒരു മാതൃക കാണിക്കേണ്ട കോൺഗ്രസ്സാണ്. അതിന് പകരം ഈ പറയുന്ന മനുഷ്യനെ കൂടുതൽ ന്യായീകരിക്കാനും അതിന് കൂട്ടുനിൽക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് ഈ പറയുന്ന വ്യക്തി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒറ്റ കോൺഗ്രസ്സുകാരനും തൊടില്ല. ആ ധൈര്യത്തിൻ്റെ കാര്യം എന്താ? അപ്പോൾ നേതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നതിൽ എന്തോ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു സംശയത്തിൻ്റെ മുനയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്, ഒരാൾ മാത്രമൊന്നുമല്ല.